പാലിയേക്കര ടോൾ വിലക്ക് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര സർക്കാർ നിലപാടറിയിക്കും. പ്രതിസന്ധി നേരിടുന്ന 5 കിലോമീറ്ററിൽ എന്തു ചെയ്യാനാകുമെന്ന് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിരുന്നു. പാലിയേക്കരയിൽ ടോൾ പിരിവിന് വിലക്കേർപ്പെടുത്തിയിട്ട് 2 മാസം പിന്നിട്ടു. തൃശൂർ ജില്ലാ കളക്ടർ അധ്യക്ഷനായ മോണിറ്ററിംഗ് കമ്മിറ്റിയും ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും ഹൈക്കോടതിയിൽ. നിതിൻ അംബുജനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. നിതിൻ, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഹൈക്കോടതിയിൽ ഇന്ന് ഈ റിപ്പോർട്ട് എത്തുന്നു. ഹൈക്കോടതി എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിക്കും, മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട്? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിനെ തുടർന്ന് ടോൾ പിരിവ്, പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തലാക്കിയിട്ട് ഇപ്പോൾ 2 മാസം പിന്നിടുകയാണ്. ഇതിനിടയിൽ പലതവണ ഹൈക്കോടതി ഹർജി പരിഗണിച്ചു. ഏതാണ്ട് 9 തവണ ഹൈക്കോടതി ഹർജി പരിഗണിച്ചു. ഈ ഘട്ടത്തിലൊക്കെ തന്നെ ദേശീയപാത അതോറിറ്റി മുന്നോട്ട് വെച്ചത് ടോൾ പിരിവ് പുനരാരംഭിക്കണമെന്നാണ്. പക്ഷേ യാത്രക്കാരുടെ സുരക്ഷാ മാനദണ്ഡമെല്ലാം തന്നെ മുൻനിർത്തി ചില ചോദ്യങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തും ഉണ്ടായിരുന്നു. ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ദേശീയപാത അതോറിറ്റി നൽകാൻ കഴിയുന്നില്ല. പക്ഷേ ഇതിനിടയിലായിരുന്നു പിന്നീട് ടോൾ വീണ്ടും വർദ്ധിപ്പിക്കുന്ന നടപടി സ്വീകരിച്ചത്. ഇതടക്കമുള്ള ചില ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചോദിച്ചിരുന്നു. ആ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ മറുപടി എന്തായാലും ഇന്ന് ദേശീയപാത അതോറിറ്റിയിൽ നൽകേണ്ടി വരും. സ്വാഭാവികമായിട്ടും ആ ഒരു ഉത്തരം നൽകുന്നതിനൊപ്പം തന്നെ മോണിറ്ററിംഗ് അതോറിറ്റിയായ ജില്ലാ കളക്ടറിന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ച് മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ. ഇതിനും തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതായത് ആദ്യഘട്ട പ്രവർത്തനം ജനുവരിയിലും 2ാം ഘട്ട പ്രവർത്തനം മാർച്ചിലും പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടോൾ പിരിവ് നിർത്തലാക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യമാണ് ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിക്ക് മുമ്പാകെ വെച്ചത്. പക്ഷേ ഇതിൽ കരാറുകാരുടെ കാര്യത്തിൽ മാത്രമേ ഉത്കണ്ഠയുള്ളൂ, അല്ലെങ്കിൽ യാത്രക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതില്ലേ എന്ന ചോദ്യമാണ് കഴിഞ്ഞ തവണ കോടതി ചോദിച്ചത്. അതുകൊണ്ട് തന്നെ എന്ത് നിലപാട് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കും എന്ന അടിസ്ഥാനമാക്കിയാകും ഈ ടോൾ വിലക്ക് നീക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതി തീരുമാനമെടുക്കുകയും ടോൾ വിലക്ക് നീക്കുകയാണെങ്കിൽ എന്തൊക്കെ വ്യവസ്ഥയിലൂടെ ടോൾ പിരിക്കേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഹൈക്കോടതി നിർദ്ദേശിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃത്യമായ ഒരു റിപ്പോർട്ട് തൃശൂർ ജില്ലാ കളക്ടർ ഭാഗത്ത് നൽകിയിരുന്നു. സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെന്ന റിപ്പോർട്ടിനെയാണ് കഴിഞ്ഞ തവണ നൽകിയത്. രൂക്ഷമായ ഗതാഗതക്കുരുക്ക് മേഖലയിൽ തുടരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഏതാണ്ട് 9 തവണ പിന്നീട് ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഈ ടോൾ വിലക്ക് നീട്ടുന്ന ഒരു നടപടി ഹൈക്കോടതി ഭാഗത്തും ഉണ്ടായത്. ഇന്നും അത്തരത്തിൽ ഉണ്ടാകുമോ എന്ന് തന്നെയാണ് അറിയേണ്ടത്. സ്വാഭാവികമായിട്ടും ഈ ഘട്ടത്തിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ഗതാഗത കുരുക്ക് ചൂണ്ടിക്കാട്ടി തൃശൂർ ജില്ലാ കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ച് മാത്രമേ ഹൈക്കോടതി ഭാഗത്തും ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഇത് 2 മാസം പിന്നിടുകയാണ് ടോൾ വിലക്ക് നീട്ടിയിട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.